ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കറീന. ഹാർദിക് പാണ്ഡ്യ എങ്ങോട്ട് പോകും? ഒരുപാട് കാലമായി ക്രിക്കറ്റ് ആരാധകർ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത്. പല ഫ്രാഞ്ചൈസികളും ഹാർദിക് പാണ്ഡ്യയെ സ്വന്തമാക്കാൻ വേണ്ടി രംഗത്തുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട പുതിയ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. റവ് സ്പോർട്സ് ഗ്ലോബലിൻ്റെ രോഹിത് ജുഗ്ലാനാണ് ഇത് നൽകിയിട്ടുള്ളത്. അതായത് ഹാർദിക് പാണ്ഡ്യ കൊൽക്കത്തയിലേക്ക് പോവുകയാണ് എന്നാണ് ഇദ്ദേഹം നൽകിയ സൂചനകൾ. കൊൽക്കത്ത അദ്ദേഹത്തെ സ്വന്തമാക്കുകയാണ് എന്നാണ് രോഹിത് ജുഗ്ലാൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ചെന്നൈ സൂപ്പർ കിങ്സിന് അദ്ദേഹത്തിന് ലഭിച്ചില്ല എന്നുള്ളത് കൂടി രോഹിത് ഇപ്പോൾ പറയുന്നുണ്ട്. CSK ഈ താരത്തിന് വേണ്ടി പരമാവധി ശ്രമിച്ചിരുന്നു. പക്ഷേ ഒരൊറ്റ കാര്യം മാത്രമാണ് അവർക്ക് അവിടെ തടസ്സമായിട്ടുള്ളത്. ഹാർദിക് പാണ്ഡ്യ ക്യാപ്റ്റൻ സ്ഥാനം ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ നിലവിലെ ക്യാപ്റ്റനായ രുദ്രാജ് ഗൈക്വാദ് ആ ക്യാപ്റ്റൻ സ്ഥാനം കൈമാറാൻ തയ്യാറായില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതായത് ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നും പടിയിറങ്ങാൻ രുദ്രാജ് വിസമ്മതിച്ചു. ഇതോടുകൂടിയാണ് ഹാർദിക്കിനെ കൊണ്ടുവരിക എന്നുള്ള ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഒരു സ്വപ്നം പൊലിഞ്ഞത് എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. കൊൽക്കത്ത അദ്ദേഹത്തിന് ക്യാപ്റ്റൻ സ്ഥാനം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹാർദിക് പാണ്ഡ്യ KKRലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. ഇനിയിപ്പോൾ ഇതൊരു ട്രേഡ് ആയിരിക്കുമോ അതല്ലെങ്കിൽ ക്യാഷ് ഡീൽ ആയിരിക്കുമോ എന്നുള്ള കാര്യത്തിലൊക്കെ വ്യക്തതകൾ വരേണ്ടതുണ്ട്. ഇത് കൺഫേം ആയിട്ടില്ല, റൂമർ മാത്രമാണ്. രോഹിത് ജുഗ്ലാൻ പങ്കുവച്ച ഒരു റൂമർ മാത്രമായിക്കൊണ്ടാണ് ഇതിനെ പരിഗണിക്കേണ്ടത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.